SIR നടപടികൾ കേരളത്തിലടക്കം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോം വാങ്ങിച്ച് SIR ഫോം വാങ്ങിച്ച് വീട്ടിൽ വെച്ച് മുങ്ങി നടക്കുന്ന കുറേ ആളുകളുണ്ടാവും. BLOമാർക്ക് തലവേദന ഉണ്ടാക്കുന്ന അത്തരം ആളുകൾ അറിയാൻ വേണ്ടി കൂടെ ചില കാര്യങ്ങളാണ് പറയുന്നത്. SIR സമയപരിധി വീണ്ടും നീട്ടി എന്ന് വെച്ച് വീണ്ടും ഫോം കൊടുക്കാതിരിക്കാനുള്ള മാർഗമല്ല. പുതുക്കിയ തീയതി പ്രകാരം ഡിസംബർ 18 വരെ എന്യൂമറേഷൻ ഫോം സ്വീകരിക്കും. കരട് വോട്ടർ പട്ടിക ഈ മാസം 23-നാണ് പ്രസിദ്ധീകരിക്കുക. 2026 ഫെബ്രുവരി 22-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. യെസ്, പി ആർ അരവിന്ദിലേക്കാണ് ഒരിക്കൽ കൂടി. അരവിന്ദ, വീണ്ടും എന്യൂമറേഷൻ ഫോം നൽകാനുള്ള തീയതി നീട്ടിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ SIR നീട്ടിവെക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ സാഹചര്യങ്ങളടക്കം ഈ യോഗത്തിൽ വ്യക്തമാക്കുകയും ഇതിന് പിന്നാലെയാണ് കേരളത്തിലെ SIR ഒരാഴ്ച കൂടി നീട്ടിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം പുറത്തു വന്നിരുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 18 വരെയാണ് എന്യൂമറേഷൻ ഫോം ഇനി തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ സ്വീകരിക്കുക. കരട് വോട്ടർ പട്ടിക ഈ മാസം 23-ന് പ്രസിദ്ധീകരിക്കും. 2026 ഫെബ്രുവരി 22-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ജനുവരി 23 വരെ നൽകാനാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സുപ്രീം കോടതിയിൽ കേരളത്തിലെ SIRമായി ബന്ധപ്പെട്ട ഹർജികൾ എത്തിയപ്പോൾ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കണമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. എന്തൊക്കെ പ്രശ്നങ്ങൾ കേരളത്തിൽ നേരിടുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഒരു അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുവാനും അന്ന് സുപ്രീം കോടതി കേരള സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളം നൽകിയ ആവശ്യം അതുപോലെ തന്നെ ഈ കത്തുകളടക്കം പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ SIR ഒരാഴ്ച കൂടി നീട്ടി നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രധാനമായും സുപ്രീം കോടതിയിൽ ഈ SIR നടപടികൾ നീട്ടിവെക്കണം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ SIR നടപടികൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നതാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും സംസ്ഥാനത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചിരിക്കുന്നു. ഒരാഴ്ച കൂടി കേരളത്തിൽ SIR നടപടികൾ നീട്ടിവെച്ചിരിക്കുകയാണ്. നേരത്തെ ഒരാഴ്ച മറ്റ് 12 സംസ്ഥാനങ്ങൾ കേരളം അടക്കമുള്ള 12 ഇടങ്ങളിലും നീട്ടിവെച്ചിരുന്നു. അതിന് പുറമെയാണ് കേരളത്തിൽ വീണ്ടും ഒരാഴ്ച കൂടി SIR നടപടികൾ ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്.